മനോജ് സാർ, വെൽക്കം. ഓക്കെ താങ്ക് യു ബബിത മാഡം, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് ഞായറാഴ്ച ദിവസം, നമ്മുടെ റിസൾട്ട് പറയുന്ന ദിവസമാണ്. വളരെ നല്ല റിസൾട്ടുകളാണ് ഇന്ന് ഷെയർ ചെയ്യപ്പെട്ടത്. ആദ്യം തുടങ്ങിയത് തന്നെ നമ്മുടെ പ്രിയങ്കരിയായ ഭാവിത മാഡത്തിൽ നിന്നാണ്. ഭാവിത മാഡത്തിന്റെ റിസൾട്ടുകൾ എല്ലാവരും കണ്ണു നനയിച്ചു. ഇത്രയും ഇല്ലേ, പോകാത്ത ആശുപത്രികളൊന്നുമില്ല എന്നുള്ളതാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ഒക്കെ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ചെന്നിട്ടും ശാശ്വതമായ പരിഹാരം, ഓപ്പറേഷൻ ചെയ്യാമെന്നുകൊണ്ട് അവസാനം ഡോക്ടേഴ്സ് തിരിച്ചുവിടുകയാണ്. ഓപ്പറേഷൻ ചെയ്താൽ ആൾ തട്ടിപ്പോകുന്നുള്ളൊരു ചിന്ത കൊണ്ട് തന്നെയാണ് അവർ കൊയ്യൊഴിഞ്ഞത്. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അങ്ങനെ ഡോക്ടേഴ്സ് ഒഴിവാക്കിയെങ്കിലും ദൈവം ദൈവം ഒരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട് നമുക്ക്. അതിനെ ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് മുക്കത്ത് താമസിക്കുന്ന ബബിത മാഡത്തിലേക്ക് ബോംബെയിൽ ഡോക്ടർ സാഗർ ജോഷി നിർമ്മിച്ച പ്രൊഡക്റ്റ് നമ്മളിലൂടെ അവിടെ എത്തിയത് അല്ലെ. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, അതിനാരും വിചാരിച്ചാലും മാറ്റം വരുത്താൻ പറ്റില്ല. ബബിത മാഡം ഇത് വിശ്വസിച്ചൊന്നുമില്ല. പലരും വിശ്വസിക്കാതെ തന്നെയാണ് ഇന്നത്തേക്ക് എതിർത്തുകൊണ്ടാണ് വരുന്നത് അല്ലെ. പക്ഷെ എന്തായാലും ആരും നിർബന്ധിച്ചപ്പോഴാണ് വാങ്ങുന്നത്. ഇത് അപാരമായ റിസൾട്ട് അല്ലേ. ഈ റിസൾട്ട് കിട്ടിയ ബബിത മാഡത്തോടുകൂടെയാണ് നിങ്ങൾ നാളെ മുതൽ ബയോട്ടോറിയം ചെയ്യേണ്ട കേട്ടോ, അതിനേക്കാളും നല്ലൊരു സംഭവം ഉണ്ട്, എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ആരെങ്കിലും പോവോ? എങ്ങനെ പോവാനാ? ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയ ആളോടെ വീട്ടിൽ ചെന്ന് പറയണം ഇതിനേക്കാളും നല്ലൊരു സംഭവം വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വാ ബബിത മാഡം എന്ന് പറഞ്ഞാൽ. ബബിത മാഡത്തിന് ജീവനും ജീവിതവും കൊടുത്ത കമ്പനിയല്ലേ ബയോട്ടോറിയം. നെഞ്ചിൽ നിന്ന് ഇതിനെ പറിച്ചു മാറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാവരും കൂടെ കട്ടക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചത്. ബിഗ് കൺഗ്രാജുലേഷൻ ബബിത മാഡം. ബബിത മാഡത്തിനും ടീമിനും എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നൽകുകയാണ്. ഇപ്പൊ അവസാനം പറഞ്ഞ മാഡം കുട്ടി എന്താ പറയുക, പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. കൺക്ലൂഡിയാണ്. ഇപ്പൊ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഇന്ന് റിസൾട്ട് വേറൊരു ലെവലിലായിരുന്നു എന്നുള്ളതാണ്. മാഡം പറഞ്ഞ എന്താണ്, 40 വർഷമായിട്ട് തളർവാദം പിടിച്ച് കിടപ്പായിരുന്നു, ശരീരത്തിന് താഴോട്ട് അനങ്ങുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. അവിടെ ചെന്നപ്പോ ഭർത്താവും മക്കളും എതിർത്തു, വെറുതെ ഈ കാശും കൂടെ കളയണ്ട, ഇനിയൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. 40 വർഷമായിട്ട് ഈ കിടപ്പ് രോഗിക്ക് ഈ കാന്തക്കിടക്കി കിടന്നാല് അല്ലെങ്കിൽ കയ്യിൽ റിസ്റ്റ് ബാൻഡ് കെട്ടിയാല് വെള്ളം കുടിച്ചാൽ അസുഖം മാറുന്നു പറഞ്ഞാൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല. വേണ്ടാന്നൊന്നും എതിർക്കും. പല വീടുകളിലും പോകുമ്പോൾ കാണാം, അറിവുള്ള ആളുകൾ എതിർക്കാറുണ്ട് അച്ഛനും അമ്മയും തയ്യാറായ മക്കളോറി എന്റെ അച്ഛാ നിങ്ങളെ പെടുത്താൻ വേണ്ടി വന്നതാണ്, വാങ്ങല്ലേ അച്ഛാ എന്ന് പറയുന്ന ആളുകളുണ്ട് പറയാറില്ലേ. നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം അവര് വിളിച്ചിട്ട് വരും, എന്റെ മക്കൾ സമ്മതിക്കുന്നില്ല മേടിക്കാൻ വേണ്ടിയിട്ട്, വേണ്ട കേട്ടാന്ന് പറയും. ഇത് ബാബുരാജ് സാറ് നമ്മുടെ പഴയങ്ങാടിയിൽ നിന്ന് റിസൾട്ട് പറഞ്ഞ കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം ഒരു പാർക്കിൻസൺസിനുള്ള ഒരു രോഗിയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഡെമോ കയ്യിൽ കെട്ടിക്കൊടുത്തു. കുറെ സമയം കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം വാങ്ങാൻ തയ്യാറായിട്ട് മക്കളോടാ ചോദിക്കുന്നത്. മക്കൾ UK മോൻ പറഞ്ഞു അങ്ങനത്തെ ഒരു പരിപാടി മേടിക്കണ്ട, ഒരു സാധനം മേടിക്കേണ്ടതാണ്. ഇപ്പോഴും അയാൾ കയ്യും കാലും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാ മക്കളോട് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഭൂമിയിൽ വന്ന് നമ്മൾ വളർത്തിയെടുത്ത മക്കളാണല്ലേ, അവരെ നമ്മളെ വളർത്തിയല്ലോ. അപ്പൊ നമുക്ക് ചില അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ സമ്പാദിച്ച മുഴുവൻ പണം ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഒരു 10,000 രൂപ അല്ലെ, അതിനുള്ള അധികാരം വേണ്ടേ? എന്തായാലും ആ പ്രൊഡക്റ്റ് വാങ്ങിയ അവർക്ക് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഭാര്യയും മക്കളും എതിർത്തപ്പോഴും എന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന്, എനിക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്ന് ദൈവം പറയിപ്പിച്ചത് അവരെ കൊണ്ട്. അല്ലെങ്കിൽ അവരും പറയും എനിക്ക് ഇനി ഒന്നും വേണ്ട, ഞാൻ കിടക്കുകയാണ്, ഇനി പറ്റൂല, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള ചിന്തയല്ല അവരിലുണ്ടായത്. അവരിലെന്താ ഉണ്ടായത്? ഇതെനിക്ക് വാങ്ങി ഉപയോഗിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കൊടുത്തത് സാക്ഷാൽ ദൈവം തന്നെയാണെന്നുള്ളതാണ്. അപ്പോ കാശ് കൊടുക്കാൻ തയ്യാറായില്ല മക്കള് ഭർത്താവും. എന്റെ അക്കൗണ്ട് പൈസ ഇല്ലെന്നാ പറഞ്ഞു. എന്റെ അക്കൗണ്ട് പൈസ ഇല്ല. ആ അക്കൗണ്ടിലെ പൈസ എടുത്തുകൊണ്ട് അവർ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോ അവിടെ പിന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാതിരിക്കുമോ ദൈവം? അതാണ് അത്ഭുതം സൃഷ്ടിച്ചത്. ഇപ്പൊ 40 വർഷമായിട്ട് കിടന്ന അവര് യെസ്, അവർ ഈ പ്രോഗ്രാമിൽ കയറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാം അവരൊന്ന് കയറ്റിയിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കണം കേട്ടാ. എന്തായാലും ഏതെങ്കിലും പ്രോഗ്രാം സെന്ററിൽ വെച്ച് അവരൊന്ന് കാണണം. എനിക്ക് 40 വർഷം കിടപ്പ് രോഗി സഞ്ചരിച്ചു നടക്കുന്നു എന്ന് പറഞ്ഞാല് അത്ഭുതം. എന്താ അവരുടെ പേരെന്നറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജാനകി എന്നാണ് സാറേ. ജാനകി. എവിടെയാ സ്ഥലം? കാവന്നൂര്. എവിടെ? മലപ്പുറം. മലപ്പുറം അല്ലേ? അവര് പറഞ്ഞത് അവർക്ക് അത്രയും 40 വർഷമായിട്ട് അസുഖം മാത്രല്ല, ഭർത്താവ് കൊച്ചുകുട്ടി മാഡത്തിനെ വിളിച്ചിട്ട് പറഞ്ഞ്, കാരണം ഇവര് ഫാമിലി ആയിട്ട് ജീവിക്കുന്നതാണല്ലോ, അപ്പൊ പുതിയൊരു കല്യാണം കഴിച്ചെന്നാ പറഞ്ഞത്.
ആര്? ഭർത്താവ് വിളിച്ചിട്ട് കൊച്ചുകുട്ടി മാഡത്തിനോട് പറഞ്ഞത്. ആ, അങ്ങനെ അങ്ങനെ. പുതിയൊരു കല്യാണം അത്രയ്ക്ക് ഫാമിലിക്ക് ഒരു സന്തോഷം കിട്ടി, തിരിച്ചു കിട്ടി. ഒന്നും കൂടി ഒരു ജീവിത പങ്കാളിയെ കിട്ടി, ചെറുപ്പക്കാരത്തിയായി അല്ലെ, പഴയ പോലെ ഒരു അവസ്ഥയിലേക്ക് മാറി കിട്ടി എന്നുള്ളതാണ്. അടിപൊളി അതെ. അടിപൊളി. അല്ലെങ്കിൽ ഭാര്യയായി മാറാൻ പറ്റിയെന്ന്. അതാണ് അതാണ് പറഞ്ഞത്. അവരെയൊക്കെ നമ്മൾ രംഗത്തേക്ക് കൊണ്ടുവരണം കേട്ടോ. അവരെയൊക്കെ ഒന്ന് നമുക്ക് കാണണം, ആളുകൾ കാണട്ടെ. അവരൊക്കെ ഈ പ്രോഗ്രാമിൽ നിങ്ങളൊന്ന് പങ്കെടുപ്പിക്കണം. അവർക്ക് സൂം ഒന്ന് ഓണാക്കാൻ അറിയില്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അടുത്ത പ്രോഗ്രാം, അടുത്ത ബുധനാഴ്ച രാത്രി നമുക്ക് പ്രോഗ്രാം ഉണ്ടല്ലോ, റിസൾട്ട്. അന്നത്തെ ദിവസം നമ്മൾ കാണണം എല്ലാവരും. എന്തായാലും ആ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ അവരെനിക്കൊന്ന് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം 40 വർഷം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ. ജീവിതത്തിലെ പകുതി ഭാഗം തീർന്നില്ലേ, ഇല്ലേ? 40 വർഷം. ഇപ്പൊ എത്ര വയസ്സുണ്ട് അവർക്ക് ഏകദേശം? അവർക്കൊരു 65 വയസ്സിന്റെ അഭാവം ഉണ്ടാവും. അപ്പൊ 40 വർഷം കടന്നു 25-30 വയസ്സിന് മുതൽ കിടപ്പാണല്ലോ വരുന്നത് അങ്ങനെയാണെങ്കിൽ, ഇല്ലേ? അതെ അതെ അതെ. ആലോചിച്ച് നോക്കി ആ യൗവനം. നമ്മൾ ആ റിസ്റ്റ് ബാൻഡ് അന്ന് തുടക്കം ഫസ്റ്റിലത്തെ ദിവസം റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടി കൊടുത്തിരുന്നു അന്ന് തന്നെ. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവര് ആ റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടിയിട്ട് അവര് ഓലക്കണ്ണി എന്ന് പറഞ്ഞു ചൂട്ട് തറക്കൂലേ, അത് തറച്ചു ആ റിസ്റ്റ് ബാൻഡ് കെട്ടിയിട്ട്. അത്രയ്ക്ക് നല്ലൊരു മാറ്റാണ് അവർക്ക് കിട്ടിയത്. അടിപൊളി അടിപൊളി അടിപൊളി. ഇതിന് വേറെ റിസൾട്ട് ഒന്നും ഇനി പറയാനില്ല ഇന്നല്ലേ, വേറെ ഒന്നും പറയണ്ട. ഇത്രയും അപാരമായ റിസൾട്ട് എടുക്കാൻ പറ്റുന്ന വേറെ ഒന്നും പറയണ്ട. ഈ കവിതാ മേഡത്തിന്റെ തുടക്കം മുതൽ അവസാനത്തെ ഈ റിസൾട്ട് വരെ പറഞ്ഞതിൽ അപാരമായ റിസൾട്ടുകളാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാണ് ഈ പ്രോഗ്രാം വെക്കുന്നത്. ഇതൊന്നും കേൾക്കാത്ത ആളുകളൊന്നും കേൾക്കണം, കണ്ടു. മനസ്സിലായ? മനസ്സ് തുറക്കണം, എന്നിട്ട് ആളുകളിലേക്ക് ചെല്ലണം. നമ്മളെ ദൈവത്തിന് ഇത് പറഞ്ഞിട്ട് ജനിപ്പിക്കാൻ ഓരോ കാലത്തും ഓരോ പ്രവാചകന്മാരുണ്ടായതുപോലെ നിങ്ങളൊക്കെ ഓരോ പ്രവാചകന്മാരാണ്. മനസ്സിലായ? അതുകൊണ്ട് ആളുകളിലേക്ക് ഇറങ്ങി പറയാ, സംസാരിക്കുക, കളിയാക്കിക്കോട്ടെ. സലീമപ്പ ഡോക്ടറായി എന്നൊക്കെ ചോദിച്ചോട്ടെ, അല്ലെ? അതൊന്നും കുഴപ്പമില്ല. ഇനിയപ്പ ഡോക്ടറായി എന്നൊക്കെ ചോദിക്കും, ഇല്ലേ? അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആളുകൾക്ക് രാജു ഡോക്ടർ പറഞ്ഞ റിസൾട്ട് കിട്ടില്ല. 8.5 വർഷമായിട്ട് ഇതാ കയറ് കിട്ടിയിട്ടാണ് ഇങ്ങനെ പിടിച്ച് ഇവിടെയാണ് 2 ദിവസം കൊണ്ട് അത്ഭുതം, അല്ലേ? കഴിഞ്ഞ ദിവസം അവരുടെ വൈഫും ഒക്കെ ആ പ്രോഗ്രാമിൽ വന്നു, കൊട്ടാരക്കര പ്രോഗ്രാമിലേക്ക് വന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെ അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. നമ്മളിതൊക്കെ പുരാണങ്ങളിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, അല്ലേ? ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പുരാണങ്ങളിൽ വായിക്കാറുണ്ട്. നമ്മളൊക്കെ ചിരിക്കുക, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ ഇപ്പൊ ഇതൊക്കെ നമുക്ക് യാഥാർത്ഥ്യം, ഈ കലിയുഗത്തിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. അത്ഭുതം, മഹാത്ഭുതം എന്ന് മാത്രമല്ലാതെ എന്താ പറയാ നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിന്റെ സയൻസ് മനസ്സിലാക്കുക, ആളുകളോട് കുറച്ച് സംസാരിക്കുക. ആളുകൾക്ക് അവർക്ക് റിസൾട്ടാണ് അറിയേണ്ടത്, അല്ലാണ്ട് വെറുതെ ഇല്ലാത്ത സയൻസ് ഒന്നും അവരുടെ കൊടുക്കണ്ട. ഇന്ന ആൾക്ക് ഉപയോഗിച്ച് ഇന്ന റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഇത് മാറുമെന്ന് വെച്ചാൽ ഇന്ന ആൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, മാറുമെന്ന് ഗ്യാരണ്ടി ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ തന്നെ പറയണം. നിങ്ങൾ ആശുപത്രി പോയാൽ മാറുന്ന വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇവിടെ നമ്മുടെ സുഹൃത്ത് സംസാരിച്ചു, അല്ലേ? ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എല്ലാം ഒപ്പിട്ട് കൊടുക്കണം. മരിച്ചാൽ ഒരു ഉത്തരവാദി, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ ഉത്തരവാദി അല്ലാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ ലക്ഷവും കൊടുക്കണം. അവസാനം ആംബുലൻസ് വിളിച്ചോളാൻ പറയും, മൂക്കുപ്പഞ്ഞിയും വെച്ചിട്ട്, അല്ലേ? അപ്പോ അതിനൊന്നും ആർക്കും യാതൊരു മടിയില്ല. എന്നിട്ട് ഈ 10,000 രൂപ പണം നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടോ, ഇത് മാറിയില്ലെങ്കിൽ കാശ് തിരിച്ചു തരുമോ, ഇല്ല? ഇങ്ങനെ ചോദിക്കാറില്ല ചില ആളുകൾ. വേണമെങ്കിൽ മേടിച്ചാൽ മതി പറയണം. ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് കിട്ടി, എന്തിന് റിസൾട്ട്, സൗകര്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി പറയണം. അല്ലാണ്ട് അവരെ കാല് പിടിക്കാനൊന്നും ആരും നിൽക്കണ്ട, സൗകര്യമുള്ളവർ മേടിച്ചാൽ മതി. ഇത്ര റിസൾട്ടുകൾ കിട്ടിയ പ്രൊഡക്റ്റ് കൊണ്ടുപോയാലും, ഇല്ലേ, നെഞ്ച് ഹൃദയത്തിന് നമ്മൾ സംസാരിച്ചാലും പറയും ഇത് എന്തോ തട്ടിപ്പാണെന്ന് പറയും. ഇതാണ് ലോകം. അപ്പം നമ്മളെ കുറിച്ച് അത്ര അപാരമായ റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കുന്നു, ആളുകളിലേക്ക് എത്താൻ സാധിക്കുന്നുള്ള ഒരു ഊർജ്ജം നൽകുന്ന പ്രോഗ്രാമാണ് ഈ ഞായറാഴ്ചയും ബുധനാഴ്ചയും നടക്കുന്ന റിസൾട്ടുകൾ. നിങ്ങൾക്ക് ടീമിൽ കിട്ടാത്ത റിസൾട്ടുകളാണ് മറ്റുള്ളവർക്ക് ഇവിടെ പറയാനും കേൾക്കാനും സാധിക്കുന്നതാണ്. ഇപ്പൊ ജെയ്മോൻ ജോസഫ് സാർ പറഞ്ഞില്ലേ, മൂത്രമൊഴിക്കുന്ന അസുഖം, അത് വലിയ മഹാരോഗമാണ്, കിടക്കാൻ പറ്റില്ല, അല്ലേ? ഇങ്ങനെ ഉറക്കാൻ പറ്റില്ല. ഇതിനൊക്കെ അത്ഭുതകരമായ റിസൾട്ട്. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വലിയ റിസൾട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പുണ്യം തന്നെ ഇതാണ്. മറ്റുള്ളവർക്ക്, അല്ലേ, സഹായം ചെയ്തു കൊടുക്കുക. ഇത്രയുള്ള രോഗികൾക്ക് നിങ്ങളിലൂടെ അവർക്ക് ആശ്വാസം കിട്ടുമ്പോൾ ദൈവാനുഗ്രഹം അവരിലേക്ക് മാത്രമല്ല എത്തുന്നത്, അവർക്ക് ദൈവാനുഗ്രഹം കിട്ടിയെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവാനുഗ്രഹം കിട്ടുന്നത് നമുക്കാണെന്നുള്ളതാണ്. അത് പലരും മനസ്സിലാക്കുന്നില്ല, ഇല്ലേ? ഇത്രയും റിസൾട്ടുകൾ കിട്ടുമ്പോൾ അവര് ദൈവാനുഗ്രഹം കിട്ടി, അവര് അത്ഭുതം, ദൈവം തൊട്ട പ്രൊഡക്റ്റ്, അവർ എഴുന്നേറ്റ് നടക്കുന്നു. പക്ഷെ അതിനേക്കാൾ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കിട്ടും.
തലമുറകളിൽ കിട്ടുക. നമ്മുടെ ഈ ദൈവാനുഗ്രഹം നമുക്ക് മാത്രമല്ല ഉണ്ടാകുക, നമ്മുടെ മക്കൾക്കും കുട്ടികൾക്കൊക്കെ ഇതിന്റെ ശിഷ്ടം അനുഭവിക്കാൻ വേണ്ടി സാധിക്കും എൻ്റെ പൊന്ന സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒത്തിരി സമയമായി. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, നല്ല റിസൾട്ടാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റ് ഇതിന്റെ സയൻസ് പറയുന്ന ഒരു ദിവസമാണ്. കമ്പനി പ്രൊഫൈല്, പ്രൊഡക്റ്റ് പ്ലാൻ ഒക്കെ അവതരിപ്പിക്കുന്ന ദിവസമാണ്. വൈകുന്നേരം എല്ലാവരും തന്നെ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണം. എന്ത് തിരക്കുണ്ടായാലും 8 മണി മുതൽ നമ്മുടെ പ്രോഗ്രാമിൽ പുതിയ ഗസ്റ്റുകളെ നിങ്ങൾ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ നമ്മൾ ആരോഗ്യവും സമ്പത്തും കൂടി വിഭാവനം ചെയ്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റിലേക്ക് വന്നിരിക്കുന്നത്, അല്ലേ? അതോടൊപ്പം നമുക്കൊരു ചെറിയൊരു സമ്പത്തും കൂടി കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ടീമിൽ പുതിയ കസ്റ്റമേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് കുറെ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അവരിലൂടെ തന്നെ വരും, അവർ റെക്കമെൻഡ് ചെയ്ത് വരും. അതുകൊണ്ട് പുതിയ ആളുകളെ നിങ്ങൾ ഇന്നത്തെ രാത്രിയിൽ നടക്കുന്ന പ്രോഗ്രാം ഒന്നും കൂടി സജീവമാക്കണം. ഇവർ രാവിലെ 180 പേരിലധികം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾ സമയം വൈകിക്കൊണ്ടാണ് ഇറങ്ങിയത്, ഞാൻ നിർത്തുകയാണ്. അപ്പൊ ഇന്നത്തെ രാത്രിയിലത്തെ പ്രോഗ്രാം ഒന്ന് സജീവമാക്കുക, എല്ലാവരും പങ്കെടുക്കുക. പ്രോഗ്രാം വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച തൃശ്ശൂർ BOP ആണ്. ആ പ്രദേശത്തുള്ള ആളുകൾ പുതിയ ഗസ്റ്റുകളുമായിട്ട് പ്രോഗ്രാം സെന്ററിലേക്ക് വരും. ഓരോ പ്രോഗ്രാം സെന്ററും ഗസ്റ്റുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബുധനാഴ്ച നമ്മൾ കോട്ടയത്ത് NDOP ആണ്. എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ നമുക്ക് സക്സസ് ആവേണ്ടത്, അതിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ട്രെയിനിങ് പ്രോഗ്രാമാണ് ബുധനാഴ്ച കോട്ടയത്ത് നടക്കുന്നത്. വ്യാഴാഴ്ച കോഴിക്കോട് BOP ആണ്. ആ പരിസര പ്രദേശങ്ങളിലൊക്കെ ആളുകളെ അവിടെ എത്തിക്കുക. ഇങ്ങനെ ഓരോ ആഴ്ചയിലും നമ്മൾ പ്രോഗ്രാം, ഇന്നലെ കൊട്ടാരക്കര പ്രോഗ്രാം ഉണ്ടായിരുന്നു, നല്ല ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ പ്രദേശത്തും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പുതിയ ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ധൈര്യമായിട്ട് ഏറ്റെടുത്ത് നമുക്ക് തൻ്റെ ഇടത്തോടുകൂടി ആളുകളോട് പറയാൻ പറ്റുന്ന വലിയൊരു റിസൾട്ട് നൽകുന്ന, മിറാക്കിൾ റിസൾട്ട് നൽകുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ്. നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി സാധിക്കും. ഇനിയും നിറയെ പ്രൊഡക്റ്റുകൾ വരികയാണ്. അടുത്ത ദിവസം അതിന്റെ കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് എല്ലാവർക്കും ഈ സുപ്രഭാതം ധന്യമാക്കിയ നല്ല റിസൾട്ടുകൾ പറയാൻ സ്വമേധയാ തയ്യാറായിട്ട് വന്നവർക്കും, അതേപോലെ തന്നെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും എല്ലാവർക്കും ഇപ്പോൾ റിസൾട്ട് പറയാനുണ്ടാവും, പക്ഷെ എല്ലാവർക്കും അവസരമില്ലല്ലോ. അവർ അടുത്ത പ്രോഗ്രാമിൽ പറയാൻ തയ്യാറായി വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവസരം കിട്ടാത്തവരോട് ക്ഷമ ചോദിക്കുന്നു. കാരണം സമയത്തിന്റെ പരിമിതിയാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ആദ്യം തന്നെ വന്ന് സംസാരിക്കുക. ഇത് ഓണാക്കുമ്പോൾ തന്നെ ആദ്യം കയറി അങ്ങ് സംസാരിച്ചേക്കണം. പിന്നെ ഭാവിതാ മേഡം വിളിക്കാനും നിൽക്കണ്ട, കേട്ടില്ലേ? അങ്ങനെ എല്ലാവരും ഒന്ന് സജീവമാകുക. ഇന്നലെ നമ്മുടെ കണ്ണൂർ ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. ഇതുവരെയും നമ്മൾ കാണാത്ത തരത്തിലുള്ള വേറൊരു ലെവൽ നമ്മുടെ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് പ്രോഗ്രാം അവിടെ നടന്നിരുന്നു. അടിപൊളി ക്ലാസ്സായിരുന്നു അവിടെ നടന്നത്. 150-150ഓളം പേര് അവിടെ പങ്കെടുത്തിട്ടുണ്ട്. പുതിയ ദിശാബോധം, നമുക്ക് ഈ ബിസിനസ്സിൽ പുതിയ ദിശാബോധം നൽകുന്ന രീതിയിലുള്ള ട്രെയിനിങ് സെഷനാണ് രമേശൻ സാറ് കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ചാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വിജയിക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സുകൊണ്ട് വിജയിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ, മനസ്സ് ലോകത്തിലെ ഏറ്റവും വലിയ മടിയനാണ് ഈ മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മനസ്സിനെ എനർജൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു പ്രോഗ്രാമാണ് ഇന്നലെ അവിടെ നടന്നത്. ഇന്നലെ പങ്കെടുത്ത ആളുകൾക്കെല്ലാം അറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ആവേശത്തോടു കൂടിയിട്ട്, മനസ്സിലായി, തളരാത്ത ആവേശം നിങ്ങൾക്ക് ഉണ്ടാവണം. ആര് കളിയാക്കിയാലും ആര് പുച്ഛിച്ചാലും, ഇല്ലേ, ഇത് പഠിച്ചവൻ തന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആവേശത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാവരെയും കാണാൻ, 10 പേരില്ല എന്ന് പറഞ്ഞാൽ 11, 12, 13 ആളുകളിലേക്ക് ചെന്ന് പറഞ്ഞ് ഫോളോ അപ്പ് ചെയ്യാനുള്ള ആവേശം നിങ്ങൾക്ക് ഉണ്ടാകണം. ഇതിന്റെ റിസൾട്ടുകൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ചില ഇംപ്രൂവ്മെന്റ് റിയാക്ഷൻസ് ഉണ്ട്, അത് പറഞ്ഞു കൊടുക്കണം. പ്രൊഡക്റ്റ് കൊടുക്കും. ചില ആൾക്ക് വേദന കൂടും, ഇല്ലേ, ചില ആൾക്ക് ലൂസ് മോഷൻ വരും, ചില ആൾക്ക് ഇച്ചിരി ഛർദി വരും. അതൊക്കെ പറഞ്ഞു കൊടുക്കണം ഇത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ. ഇത് കാണുമ്പോൾ തന്നെ വേദനയൊക്കെ കൂടുമ്പോൾ അയ്യോ എന്റെ കാശിങ് തന്നേന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുന്ന ആളുകളുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ കാര്യങ്ങളെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ. ചില ആളുകൾക്ക് ബോഡി പെയിൻ ഒക്കെ കൂടും, അതെല്ലാം നല്ല പോസിറ്റീവ് ലക്ഷണമാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു അവയർനെസ് ഉണ്ടാവണം. ഗർഭാവസ്ഥയിലുള്ള ഗർഭിണികൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഹോർമോണൽ ചേഞ്ചസ് ഒത്തിരി ഉണ്ടാകും. അത്യാവശ്യം നമ്മൾ മാഗ്നറ്റൈസ്ഡ് വാട്ടറൊക്കെ ഇടക്ക് കുടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. മാഗ്നറ്റൈസ്ഡ് വാട്ടറൊക്കെ കുടിച്ചാൽ നല്ല വണ്ണമുള്ള വെളുത്ത നല്ല ആരോഗ്യമുള്ള കുട്ടി ജനിക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അത് വല്ലപ്പോഴൊക്കെ ഒന്ന് കുടിക്കാൻ പറഞ്ഞോളൂ കേട്ടോ. മറ്റേ റിസ്റ്റ് ബാൻഡും നമ്മുടെ മാട്രസ് പാഡും ഉപയോഗിക്കേണ്ട. അതുപോലെ തന്നെ ബൈപ്പാസ് ചെയ്ത ആളുകൾ 6 മാസം കഴിയാതെ, അതായത് മേജർ സർജറി കഴിഞ്ഞ ആളുകൾ 6 മാസം കഴിയാതെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കരുത്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ചെറിയ സർജറി ആണെങ്കിൽ 3 മാസം കഴിഞ്ഞ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാം. അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ, അതായത് ഇൻസുലിൻ പമ്പ് വെച്ച ആളുകൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കരുത്, പേസ് മേക്കർ വെച്ച ആളുകൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കരുത്. കാരണം അതെല്ലാം ഒരു എക്യുപ്മെന്റ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുമ്പോൾ അത് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അതാണ് അതിന്റെ കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവസാനം പറയാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രൊഡക്റ്റ് കൊടുത്ത ആളെ ഫോളോ അപ്പ് ചെയ്യുക. ചില ആൾക്ക് റിസൾട്ട് കുറയും, പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്ത ആളുകളുണ്ട്, സാവധാനത്തിലേ വരുള്ളൂ. ഒരു 120 ദിവസമെങ്കിലും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറയണം.
4 മാസം 4 മാസമാണ് RBC ചേഞ്ച് ഒക്കെ വരുന്നത്. അതുകൊണ്ട് 120 ദിവസം കൊണ്ടെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് വരുള്ളൂ. 21 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന ആരും പറയരുത്. കാരണം ചില ആൾക്ക് ഇച്ചിരി സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. 21ാമത്തെ ദിവസം എണ്ണിക്കൊണ്ട് നിങ്ങളെ വിളിക്കാൻ തുടങ്ങും. എൻ്റെ ഒന്നും വന്നില്ലല്ലോ, എൻ്റെ ഷുഗർ ഒന്നും മാറിയില്ലോ അല്ലെ. 16, 17, 20 വർഷമുള്ള ഈ ഷുഗർ ഫാക്ടറി 21 ദിവസം കൊണ്ട് ശുദ്ധീകരിച്ച് നടത്താൻ പറ്റുമോ ശരീരത്തിന്? ഇല്ല, സമയമെടുക്കും. ചില ആളുകൾക്ക് പെട്ടെന്ന് റിസൾട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് സാവധാനത്തിൽ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കാൻ വരണം. അവരെ ഫോളോഅപ്പ് ചെയ്യണം. പറ്റുമെങ്കിൽ അവരടുത്ത് നേരിട്ട് പോകാൻ പറ്റുന്ന വീടുകളൊക്കെ ആണെങ്കിൽ വീടുകളിൽ പോവുക, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക. ആ റിസൾട്ട് കിട്ടിയാൽ സ്വാഭാവികമായിട്ട് അവർ അടുത്ത ആളുകളിലേക്ക് പറയും നല്ലൊരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ വലിയ മാറ്റങ്ങളിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നിങ്ങളെന്ന് ഉത്തരവാദിത്തോട് നിങ്ങൾ ഏറ്റെടുത്തോളൂ. സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും ഇല്ലേ നിങ്ങളിലൂടെ ഈ സമൂഹത്തിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനോടൊരു വക്താക്കളാണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സംശയവും വേണ്ട. നിങ്ങൾ എന്താണോ ഈ ഡയറക്ട് സെല്ലിങ്ങിന് ബയോട്ടോറിയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മളിവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഗ്രാം സെന്ററുകളും അതുപോലെ തന്നെ BOP സെന്ററുകളും ഇതുപോലെ തന്നെ സൂം മീറ്റിങ്ങുകളും സജീവമാക്കിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ ഇതിൽ നേടാൻ വേണ്ടി, ആരോഗ്യം പോരാ സമ്പത്ത് വേണ്ടുന്ന ആളുകളുണ്ടാവും, ഇതിനകത്ത് കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെയുള്ള ആളുകളുണ്ടാവും. അവർക്കെല്ലാം തന്നെ നമുക്ക് തണലേകാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. വലിയൊരു തണൽ മരമായിട്ട് നിങ്ങൾക്ക് വളരാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം തണൽ മരങ്ങൾ അല്ലെ. നമ്മൾ വെയിലത്ത് നടന്നു പോകുമ്പോൾ വേഗം ഓടി നടന്ന തണൽ മരം ഉണ്ടെങ്കിൽ അവിടെ കുറച്ചു നേരം നിൽക്കും. എന്തൊരു ആശ്വാസം ഇല്ലേ തണൽ മരം കാണുമ്പോൾ. പിന്നെയും നമ്മൾ നടക്കണമെങ്കിൽ ഇല്ല, ഇപ്പൊ നടത്തൊന്നുമില്ല ആരും. ഇപ്പൊ നടക്കാനൊന്നും അറിയില്ല ആളുകൾക്ക്. ഒന്നും പറയുന്നില്ല. അത് നടന്നു കഴിഞ്ഞാൽ അസുഖം കൂടും അല്ലേ. നടക്കാത്തോണ്ടാണ് അസുഖം കൂടുന്നത്. നടന്നു കഴിഞ്ഞാൽ അസുഖം പറയുന്നത് നമ്മളെ കാണില്ല. കാലി സാർ ഇപ്പം ഫീൽഡിലാ, രാവിലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്, ഓട്ടമാണ് അല്ലേ. വേർത്ത് വെള്ളം ഒരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അദ്ദേഹം. മറ്റുള്ളവരിപ്പോ പായെന്ന് എഴുന്നേറ്റിട്ടുണ്ടാവില്ല. ഇപ്പൊ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് അവധിയല്ലേ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. എഴുന്നേറ്റിട്ടുണ്ടാവില്ല കേട്ടോ, മക്കളൊന്നും എഴുന്നേറ്റിട്ടുണ്ടാവില്ല. എനിക്കറിയാം പല വീടുകളിലും പുതുതലമുറ ഇപ്പം കിടന്നിട്ടുണ്ടാവും. അവർക്ക് നേരം വെളുത്തിട്ടുണ്ടാവില്ല. അപ്പോ ഇതാണ് ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആളുകളെ കാണാൻ വേണ്ടി ശ്രമിക്കുക. വലിയൊരു തണൽ മരങ്ങളായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വിജയാശംസകളോടെ രാത്രിയിൽ കാണാൻ എല്ലാവരും പുതിയ ഗസ്റ്റുകളുമായിട്ട് പങ്കെടുക്കുക. ഓക്കെ, താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഇന്നത്തെ പ്രോഗ്രാം ക്ലോസ് ചെയ്യാണ്. എല്ലാവരും വരുന്ന സമയത്ത് പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വിജയത്തിലെത്താൻ കഴിയട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.